കോഴിക്കോട്ട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 4ാം ക്ലാസ്സുകാരിയുടെ സഹോദരനും രോഗലക്ഷണം. കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. രോഗം ബാധിച്ച് 31 വയസ്സുള്ള യുവാവും 3 മാസം പ്രായമുള്ള കുഞ്ഞും ചികിത്സയിലാണ്. ഉറവിടമെന്ന് കരുതുന്ന കിണർ വെള്ളത്തിന്റെ പരിശോധനാ ഫലം ഇന്നറിയാം. മിഥില ബാലൻ വിവരങ്ങളുമായി. മിഥില, ഒരു ആശങ്കയുടെ സാഹചര്യമാണ് എന്ന് തോന്നുന്നു. ഇപ്പോൾ ആ മരിച്ച കുട്ടിയുടെ സഹോദരനും രോഗബാധ സ്ഥിരീകരിക്കുന്നു. പരിശോധനാ ഫലം ഇന്ന് വരാനിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ മരിച്ച 4ാം ക്ലാസ്സുകാരിയുടെ സഹോദരൻ രോഗലക്ഷണങ്ങളോടെയാണ് ചികിത്സയിലുള്ളത്. നിലവിലിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ നെഗറ്റീവാണ് ഫലം. പക്ഷേ കൂടുതൽ വിദഗ്ധ പരിശോധനയ്ക്ക്, അതായത് രോഗലക്ഷണങ്ങൾ തുടരുന്ന ഒരു സാഹചര്യത്തിൽ വിദഗ്ധ പരിശോധനയ്ക്കായി കൂടുതൽ സ്രവം ഇന്ന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിശോധനാ ഫലം കൂടി വരേണ്ടതുണ്ട്. മറ്റൊന്ന്, 2 പേരാണ് നിലവിലിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. 31 വയസ്സുള്ള യുവാവും ഒപ്പം തന്നെ 3 മാസം പ്രായമുള്ള കുഞ്ഞും. ഈ കുഞ്ഞ് വെന്റിലേറ്ററിലാണ്, ഈ യുവാവ് ICUവിലാണ്. 2 പേരുടെയും ആരോഗ്യനില കഴിഞ്ഞ കുറച്ച് ദിവസമായി മാറ്റമില്ലാതെ തുടരുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം എന്നത് ഈ കുഞ്ഞിൻ്റെ രോഗം മാത്രമാണ് നിലവിൽ നമുക്ക് എവിടെ നിന്നാണ് രോഗം എത്തിയത് എന്ന ഒരു നിഗമനത്തിൽ ആരോഗ്യവകുപ്പ് എത്തിയിട്ടുള്ളത്. കുഞ്ഞിൻ്റെ വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിലാണ് ഇത്തരത്തിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. മറ്റ് 2 ഇടങ്ങളിൽ, അതായത് ഈ 4ാം ക്ലാസ്സുകാരിയുടെ ഒരു രോഗം എവിടെ നിന്ന് കിട്ടി എന്നതിൻ്റെ ഉറവിടം ഇതുവരെ വ്യക്തമായിട്ടില്ല. ഒപ്പം തന്നെ ഈ യുവാവിൻ്റെയും ഈ 4ാം ക്ലാസ്സുകാരിയുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ 3 വെള്ള സാമ്പിളുകൾ ഇന്ന് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഒന്ന്, ആ കുട്ടിയുടെ വീട്ടിലെ പൈപ്പിൽ നിന്നും ശേഖരിച്ച വെള്ളം, ഒപ്പം തന്നെ കുട്ടി കുളിച്ചു എന്ന് പറയുന്ന ആ കുളത്തിലെ വെള്ളം, മാത്രമല്ല ഒന്ന് ഈ കുട്ടി പഠിക്കുന്ന സ്കൂളിലെ വെള്ളം. ഇത്തരത്തിൽ 3 ഇടങ്ങളിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ യുവാവും സമാനമായ രീതിയിൽ വീട്ടിലെ വെള്ളം, ഒപ്പം തന്നെ യുവാവ് കുളിച്ചെന്ന് പറയുന്ന കുളത്തിലെ വെള്ളം, ഇതിൻ്റെയും സാമ്പിളുകൾ അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഈ 2 പേർക്ക് എവിടെ നിന്നാണ് രോഗം വന്നത് എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയുള്ളൂ. എന്ത് തന്നെയായാലും കോഴിക്കോട് ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ളത്. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 4ാം ക്ലാസ്സുകാരുടെ സഹോദരന് രോഗലക്ഷണമാണുള്ളത്. നിലവിൽ അത് സ്ഥിരീകരിച്ചിട്ടില്ല. പരിശോധനാ ഫലം വരാനിരിക്കുന്നതേ ഉള്ളൂ. സംശയങ്ങളുടെ സാഹചര്യത്തിലാണത്. ഈ അസുഖം തന്നെയാണോ എന്നതിലേക്കൊരു ചോദ്യങ്ങൾ വരുന്നത്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആണ് കുട്ടി ചികിത്സയിൽ ഉള്ളത്.